ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡാണ്. മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ ലാലേട്ടനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് ഷോ മുഴുവൻ ഇന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ കാര്യങ്ങളിലോട്ടേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. നമുക്കെല്ലാവർക്കും, മലയാളികൾ എല്ലാവരുമായിട്ട് കഴിഞ്ഞ 44 വർഷങ്ങളായി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണല്ലേ ലാലേട്ടൻ്റെ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മലയാളികളുടെ ഉള്ളിൽ ലാലേട്ടൻ എന്നുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസും ഏതെങ്കിലും ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡൈ ഹാർഡ് ഫാനായി മാറിയ ഒരു കഥ ഉണ്ട്. അതൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ വെച്ച് ഒരു സിനിമ കാണുന്നത് സമ്മർ ഇൻ ബെത്ലഹേമാണ്. അതെനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ആ സിനിമ കാണുന്നത്. എനിക്ക് തോന്നുന്നു 1998 അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളാകുമ്പോൾ ഉറങ്ങിപ്പോവും, ചിലപ്പം കരയും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് സിനിമയുടെ ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉറങ്ങി കണ്ണിങ്ങനെ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മനുഷ്യനെയാണ്. ഒരു ജയിലിലുള്ളൊരു രംഗം, ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട ഒരു മനുഷ്യൻ. അതാരാണെന്ന് കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് മനസ്സിലോട്ടേക്ക് കയറിയ ആ നിരഞ്ജൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു മുഖം, അതും ആ ഒരു സിനിമയിൽ ലാലേട്ടൻ കളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിരിയോ കോമഡിയോ ഒന്നുമല്ല. ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ അവിടെ പോർട്രേ ചെയ്യുന്നൊരു ഗസ്റ്റ് റോളായിട്ടൊരു വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ആ സിനിമയിലുള്ളത്. വളരെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ആ മനസ്സിലോട്ടേക്ക് 4 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ മനസ്സിലോട്ടേക്ക് കയറിയ ആ ഒരു മനുഷ്യൻ ഇന്നും ആ ഒരു സ്ഥാനം എന്നും വലുതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് എവിടെയും പോയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അന്ന് തൊട്ട് ഇഷ്ടപ്പെട്ട മുഖമാണ്. എല്ലാ മലയാളികൾക്കും ഇതുപോലൊരു കഥയും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. ലാലേട്ടൻ മനസ്സിലോട്ടേക്ക് കയറിയ, അല്ലെങ്കിൽ എങ്ങനെ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി മാറി, ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളായി മാറി എന്നുള്ള കഥകൾ പലർക്കും പറയാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കണ്ടസ്റ്റൻസൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പല സിനിമകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സിനിമയായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 50 സിനിമ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓരോ ജേണറിലുള്ള സിനിമയാണ് ഓരോന്ന്, ഓരോ കാലഘട്ടത്തിലുള്ള സിനിമയാണ് ഓരോന്ന്. ഇപ്പോൾ റൊമാൻറ്റിക് മൂവീസ് ആണെങ്കിൽ വെച്ചിട്ട് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഇൻ ഇന്ത്യ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തൂവാനത്തുമ്പികൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ഗാങ്സ്റ്റർ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സംഭവത്തിലൊക്കെ വന്നിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ രാജാവിൻ്റെ മകൻ പറയേണ്ടി വരും, 20-ാം നൂറ്റാണ്ട് പറയേണ്ടി വരും. പക്ഷേ ഇന്നും പിന്നെ ഞാൻ വിശ്വസിക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും ക്ലാസിക്കായിട്ടുള്ളൊരു മാസ് മൂവി എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മാസ് മൂവി, അതിൻ്റെ ഓരോ ഷോർട്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ ആംഗിൾസ് ആയിക്കോട്ടെ, അത് ആ ഒരു സിനിമയെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ മറികടന്നിട്ടുള്ളൊരു മാസ് സിനിമ ഇനി ഇന്ത്യൻ സിനിമയിൽ തന്നെ വരാനില്ല എന്ന് പറയേണ്ടി വരും. സ്ഫടികം പോലൊരു സിനിമ, അത്രയും ക്ലാസിക്കൽ മാസ് മൂവി, താഴ്വാരം പോലെയുള്ള സിനിമകൾ. കോമഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാടോടിക്കാറ്റ്, TP ബാലഗോപാലൻ, അങ്ങനെ 100 കണക്കിന് സിനിമകളോട് കൂടിയിട്ട് ഇന്നും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന് പിറന്നാൾ ആശംസകൾ എൻ്റെ ഭാഗത്തുനിന്നും കൂടി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ്റെ A10 ഫോണ്ട് എന്ന് പറഞ്ഞ സംഭവം നമുക്കിപ്പം www.a10.com പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്ന് ഉപയോഗിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വേറൊരു കോൺസെപ്റ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിലായിരിക്കും എലിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡേയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ ഒരു 5 സിനിമ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ, ലെറ്റ്സ് ഡിസ്കസ് ഓൺ ദാറ്റ്. Bye bye.